എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി കുരുമുളകിട്ട് വരട്ടിയെടുത്ത നല്ലൊരു മുട്ട റോസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മാത്രമല്ല എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ആദ്യം നമ്മൾക്കിതിനകത്തേക്ക് വേണ്ടത് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിപ്പം 3 സവാളയുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അതിനകത്തേക്ക് വേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇതും നമ്മൾക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളകും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. തീ സ്വല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഡീപ്പായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ഇതൊന്ന് വറുത്തെടുത്താൽ മതി. 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളിപ്പം വറുത്തെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ആറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമ്മൾക്കിതിനകത്തേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ്. മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഇതിന് കുറച്ച് ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മളിതാ പുഴുങ്ങിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കോഴിമുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. നമ്മളിതിനു മുമ്പും കോഴിമുട്ട വെച്ചിട്ടുള്ള റെസിപ്പീസ് 1-2 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ കുറച്ച് ഉപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തെടുക്കുമ്പം അല്പം വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വരും കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വഴണ്ടി കിട്ടിക്കോളും. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം സവാളയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സവാള ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് വഴണ്ട് കിട്ടണം. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിന്ന് കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ പൊടികൾ ചൂടാക്കിയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സവാളയിലേക്കൊക്കെ ആ പൊടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ.
ഇതിപ്പോൾ നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് അത്രയും മാത്രം മതി. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ആ സവാളയും കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക വെച്ചാൽ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തൈര് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 സ്പൂണാണ് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തൈരിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സവാള വഴറ്റിയ സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്തോളൂ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഒരു പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ്. പക്ഷേ തൈര് ചേർത്ത് കൊടുക്കുമ്പം ഈ ഒരു എഗ് റോസ്റ്റിന് പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ഇതുപോലെ കഴിച്ചു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വ്യത്യസ്ത രുചികളോടുകൂടിയുള്ള ഭക്ഷണം തയ്യാറാക്കാനും അതുപോലെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ റെസിപ്പി ഒരുപാട് ഇഷ്ടമാവും. ഇനി അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും നെയ്യ് ചേർക്കേണ്ട, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് നമ്മുടെ റെസിപ്പിക്ക് കിട്ടും. ഹോട്ടലുകളിൽ നിന്നൊക്കെ നമ്മൾ എഗ് റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അവർ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് അത്രയും രുചി നമുക്ക് കിട്ടുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എഗ്ഗും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഗ്രേവി ഒന്ന് എല്ലാ മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. പൊടിഞ്ഞൊന്നും പോവില്ല. എഗ്ഗ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് നിങ്ങൾക്ക് ഈ എഗ് റോസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചൊന്ന് വരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഞാനൊരു 2 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ഞാൻ സ്വല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. വേണമെച്ചാൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഇത്രയും സ്പൈസി ആയിട്ട് എടുക്കണമെന്നില്ല. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റൗവിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം കഴിയുമ്പം ഒന്നും കൂടി ഇത് ഡ്രൈ ആവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്